അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി 2006 ഇനി 18 മാസം കൂടി ഇതിന് പേപ്പറുണ്ട്. ഇത് 2014 മോഡൽ സ്കാല ഓട്ടോമാറ്റിക്കാണ്. ഇത് വന്നിട്ട് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് 2016 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് പെട്രോളാണ്. 59,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. 2012 മോഡൽ സണ്ണി പെട്രോളാണ് കേട്ടോ. പെട്രോളാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് 2013 മോഡൽ ഡസ്റ്റർ RXL ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 1,00,000 അപ്പോൾ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. യാംസ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. അത് നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. ഇപ്പോൾ വന്നിട്ടൊരു 3-4 മാസത്തിൽ പുറത്തായി. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പുതിയ വീഡിയോ ഇടുകയാണ്. സാൻഡ്രോ അടക്കമുള്ള ചെറിയ വണ്ടികളും ക്രെട്ട അടക്കമുള്ള വലിയ വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം അത്തരത്തിൽ നല്ല വണ്ടികൾ, ചെറിയ വിലയ്ക്കുള്ള വണ്ടികളും എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാവുന്നതുമായ നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഇതുവരെ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ 50K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. ഇനി ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇക്ക നമസ്കാരം. നമസ്കാരമുണ്ട്. കുറേ നാളായി നമ്മളിപ്പോൾ കണ്ടിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കിലായിരുന്നു. ഓക്കെ, കല്യാണം വർക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാണ്ട് പോകും. കർക്കിടകത്തിന്റെ വർക്കുകൾ മോശമായിരുന്നു അതോ ചിങ്ങം ബേസ് ചെയ്ത് എങ്ങനെയുണ്ട്? ചിങ്ങം ഓക്കെ ആയിരുന്നു. കർക്കിടകം വന്നപ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ട്, പിന്നെ റോഡിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ. എന്നാലും കുഴപ്പമില്ല. ചിങ്ങം ബേസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് കച്ചവടം. ചിങ്ങം ബേസ് ചെയ്ത് കച്ചവടം തുടങ്ങുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് നടക്കണേ? നമ്മുടെ കയ്യിൽ 85,000 രൂപ തൊട്ടുള്ള വണ്ടിയുണ്ട്. 85,000? അതേതാ? ഇത് വരുന്നിട്ട് 95,000 രൂപ. സാൻഡ്രോ അല്ലേ? അതെ അതെ. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് ആൾക്കാർക്ക് മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇത് കരുനാഗപ്പള്ളി പുതിയകാവിൽ. അതായത് പുതിയകാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. കായംകുളത്ത് നിന്ന് വരുമ്പോൾ കരുനാഗപ്പള്ളി എന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ പുതിയകാവ് സിഗ്നൽ പാസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് RJ സുസുക്കി ബൈക്ക് ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വന്നിട്ട് 2009 വണ്ടിയാണ്. പുതിയ പേപ്പർ. ഏകദേശം കിലോമീറ്റർ വന്നിട്ട് 1,00,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 4ാമത്തെ ഓണറാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 90% ടയർ ഉണ്ട്. 95,000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? 2009 വണ്ടിയല്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മെക്കാനിക്കലി ഇഷ്യൂസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് സീറ്റ് കവേഴ്സ് ആയിട്ട് ചെയ്തിട്ടില്ല. നോർമൽ സീറ്റ് തന്നെ കിടക്കണം. പക്ഷെ വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഈ ഫ്രണ്ട് സൈഡൊക്കെ നോക്കിയാലും കൊള്ളാം, വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ AC കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുമോ? AC എല്ലാം വർക്കാണ്. എയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ടയർ കിടപ്പുണ്ട്, കുഴപ്പമില്ല. ബാക്ക് ടയറും നല്ല ടയറാണ് കിടക്കുന്നത്. അതേപോലെ ഫ്രണ്ട് ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപെയിൻറ്റ് അങ്ങനെ മൊത്തത്തിൽ ടെസ്റ്റിന്റെ വർക്ക് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പിന്നെ പാച്ച് വർക്ക് ഒന്നുമില്ല. 2009 വണ്ടിയാണെങ്കിലും പാച്ച് വർക്കോ തുരുമ്പോ ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, 95,000 രൂപ ലാസ്റ്റ് പ്രൈസ് ആണോ? 95,000 രൂപ. ഷോപ്പിൽ ചോദിക്കുന്നതാണോ അതോ നമ്മളെ വീഡിയോക്ക് വേണ്ടി ചോദിക്കുന്നതാണോ? കൊടുക്കാൻ പറ്റുന്ന വിലയല്ലേ, 95,000 രൂപ. ഇത് 2012 മോഡൽ i10 ആണ്. 44,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഒരു 25,000 രൂപയുണ്ട് ഈ വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി ഫിനാൻസ് ചെയ്തിട്ടാട്ടോ. പുത്തൻ ടയറാണെന്ന് തോന്നുന്നല്ലോ. അതെ. 1,50,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. 2012 മോഡൽ 44,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ആയിട്ട് ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഇല്ല. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ കിലോമീറ്റർ അത്രയും ഓടിയിട്ടുള്ളൂ. അതിന്റെ ആ ഒരു ക്വാളിറ്റി ഈ വണ്ടിക്കുണ്ട്. എത്ര ചോദ്യം? 1,50,000 രൂപ. അത്രേ ചോദിക്കുന്നുള്ളൂ? അതെ, കുറവാണ് തീർച്ചയായിട്ടും. 1,00,000 രൂപ 1,50,000 രൂപ ഇതിന് ഫിനാൻസ് കിട്ടും. 25,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് നല്ല ഒരു ലോ കിലോമീറ്റർ വണ്ടി ആ പൈസയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി 2006 ഇനി 18 മാസം കൂടി ഇതിന് പേപ്പറുണ്ട്. 18 മാസം കൂടിയിട്ട് പേപ്പറുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 4 ടയറും പുതിയതാണ്.
പാച്ച് വർക്ക് ഒന്നുമില്ല. 18 മാസം കൂടിയിട്ട് പേപ്പറുണ്ട്. ഈ വണ്ടി നമുക്ക് 88,000 രൂപയ്ക്ക് കൊടുക്കാം. 88,000 രൂപയ്ക്ക്. മൊത്തം പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാം അല്ലേ? അത് കസ്റ്റമർ നമ്മൾ ചെയ്തല്ല, കസ്റ്റമർ കൊണ്ട് നമ്മളൊരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് എടുത്താണ്. 18 മാസം പേപ്പറുണ്ട് പക്ക. അപ്പോൾ ടയറുണ്ട്, ഇൻറ്റീരിയർ ക്വാളിറ്റി ഉണ്ട്, വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സും ഇൻഷുറൻസും എടുത്താൽ മതിയാവും. അതെ. ഓക്കെ, വണ്ടി ഓവറോൾ കാണാൻ വേറെ കുഴപ്പമില്ല. 3 സിലിണ്ടറാ 4ആ? കേട്ടില്ല. 3 സിലിണ്ടറാണ്. പഴയ വണ്ടി 2006 വണ്ടി. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് എടുക്കുന്നവർക്ക് നമ്മളൊരു പഴയ അൾട്രയോ പഴയ 800 നല്ലൊരു വണ്ടി വേണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഒരു വാഗണറിലേക്ക് വരുമ്പോഴത്തേക്ക് 88,000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി കിട്ടുന്നത്. 18 മാസത്തോളം പേപ്പറുള്ളത്. അത് തന്നെയാണ്. ഇത് 3 സിലിണ്ടറാണോ 4 സിലിണ്ടറാണോ ഞാൻ ചോദിച്ചത്? 3 സിലിണ്ടർ. 3 സിലിണ്ടർ ആദ്യത്തെയാണ് അല്ലേ? ഓക്കെ. 88 രൂപ. 88,000. ഇത് ലാസ്റ്റ് പ്രൈസാ? 88,000 രൂപ ലാസ്റ്റാണ്. ലാസ്റ്റ് പ്രൈസ്. ഓക്കെ. ഇത് 2016 മോഡല് റെഡിഗോ ആണ്. 800 cc പെട്രോളും 17,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടില്ലേ, ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുപോലെ ക്വാളിറ്റിയാണ്. കമ്പനി ടയർ തന്നെയാണ്. ഇതിന്റെ സ്റ്റെപ്പിനി എടുത്തിട്ടില്ല, അൺയൂസ്ഡ് ആണ്. അൺയൂസ്ഡ് ആണ്. അതെ അതെ. നല്ല ടയർ കിടപ്പുണ്ട്. ഫസ്റ്റ് ടയർ തന്നെ. ഇതിനും ഒരു 1.5 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. ഒരു 40,000-45,000 രൂപ മുടക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെ, വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.95. 1.95. വണ്ടി കൊള്ളാം, നല്ല പുത്തൻ. 1.95 മുതലുണ്ട്. കാര്യം അത് വൃത്തിയാണ്, നല്ല വൃത്തിയാണ് വണ്ടി. 1.5 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. ഇത് വന്നിട്ട് 2018 ക്രെറ്റ എസ് വേരിയന്റ് ഡീസലാണ്. ഇത് ഡീസലാട്ടോ, അത് എടുത്ത് പറയണം. ഡീസലാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിനും ആക്സിഡന്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. എന്തോ ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90. ഒരു 60%-ലേറെ ടയറുണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രെറ്റ ഡീസൽ ഈ ഷേപ്പ് വണ്ടി അറിയാമല്ലോ, കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് ഡീസൽ. ഇതിൻ്റെ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ സെറ്റ്, സെൻട്രൽ ലോക്ക്, ഓഡിയോ കൺട്രോൾ ഉണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഈ സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തേക്കുന്ന ഇത് എസ് വേരിയൻ്റ് ആണ്. മൈലേജ് എങ്ങനെയായിരിക്കും വണ്ടിക്ക്? മൈലേജ് യൂസേജ് അനുസരിച്ചാണ്, പവർഫുൾ വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എന്നാലും ഒരു 16 നോർമലി കിട്ടും. അതെ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 7,90,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 7 ലക്ഷം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 25,000 രൂപ മുടക്കാൻ കഴിവുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഇത് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കി ഫുള്ള് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 25,000 രൂപ മതി. 25,000 രൂപ മതി ഈ ക്രെറ്റ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഇത് 2014 മോഡൽ സ്കാല ഓട്ടോമാറ്റിക് ആണ്. ഇത് വന്നിട്ട് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ടയറൊക്കെ ഒരു 50%-ലേറെ ടയറുണ്ട്. 84,000 കിലോമീറ്റർ ഇത് ഓടിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. നമ്മൾ ഈ കുറഞ്ഞ പൈസയ്ക്ക് 2 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടുന്ന ഈ വണ്ടി നമ്മളൊരു 65,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്കിതൊരു സെഡാൻ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. എത്ര ചോദ്യം? 2,65,000 രൂപയാണ് ഇതിൻ്റെ വില. ബാക്ക് AC വിൻ്റെ ഒക്കെ വരുന്ന മോഡലാണ് എല്ലാം വരുന്നത്. മൈലേജ് എന്താണ്? CVT ആണ് ഇത് വണ്ടി കേട്ടോ. അതായത് 2,65,000 രൂപയ്ക്ക് ഒരു CVT സെഡാൻ ഓട്ടോമാറ്റിക് വണ്ടി, അതും സിംഗിൾ ഓണർഷിപ്പ്. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസലാണ്. VDI ഡീസലാണ് കേട്ടോ. കിലോമീറ്റർ വന്നിട്ട് 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് പക്ഷേ തേർഡാണ്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ, അപ് ടു ഡേറ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മളത് സർവീസ് ഹിസ്റ്ററി നോക്കുന്ന കസ്റ്റമർക്ക് അതറിയാൻ പറ്റും. ഈ നമ്പറൂടെ വിസിബിളായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റമർക്ക് നോക്കിയിട്ട് വരാൻ പറ്റും. 5 ലക്ഷം രൂപയോ അതിൽ അധികമോ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയത്. ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഓണർഷിപ്പ് തേർഡായെന്ന് മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ, ഈ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡീസൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം 3 സിലിണ്ടർ കൂടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് 4 സിലിണ്ടർ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഇതുണ്ട് പൊതുവെ. അങ്ങനെ ഡീസൽ ഇല്ലല്ലോ, മാരുതിയൊക്കെ ഇത് ഡീസൽ ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ട്. ടോപ്പ് സ്റ്റിക്കറാണോ?
ടോപ്പ് സ്റ്റിക്കർ ചെയ്തേക്കുവാണ്. അത് ഓക്കെ. എത്ര ചോദ്യം? 5,65,000 രൂപയാണ് വണ്ടിയുടെ വില. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും പറയാം? റീപ്ലേസ് ഒന്നുമില്ല. ഇത് വന്നിട്ട് ഫോക്സ് വാഗൻ ജെറ്റ ഹൈലൈൻ പ്ലസ് ഡീസലാണ്. 1 lakh അബവ് ഓടിയിട്ടുണ്ട്. ഇതും സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഫുള്ളി ഇലക്ട്രിക്കലാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ. അത് ജെറ്റയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഇത് 2 ലിറ്ററും കൂടി ഇട്ടാണ് കേട്ടോ. 4 ലക്ഷം രൂപയോളം ഇതിനും ഫിനാൻസ് കിട്ടും. 65,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് ഒരു നല്ല സ്റ്റൈലിഷ് ലക്ഷറി ജെറ്റ പവർഫുൾ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? 4,65,000 രൂപ. ഈ സെഗ്മെന്റിൽ ഇറങ്ങിയ ടോപ്പ് വേരിയന്റ് വണ്ടി കേട്ടോ. ഓക്കെ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇത് മൈലേജ് എന്താണ്? ഇത് 2 ലിറ്റർ വണ്ടിയാ. ഡിപ്പെൻസ് ഇതിന്റെ മൈലേജിനെ പറ്റി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ബോധേടാവാറില്ല. എന്നിരുന്നാലും ഒരു 14-15 ഒക്കെ കിട്ടും. ഇത് 2016 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് പെട്രോളാണ്. 59,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിന് നമുക്കൊരു 3 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 3,15,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. 15,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഈ നല്ലൊരു വണ്ടി കൊടുക്കാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എല്ലാം ഷോറൂം സർവീസ് തന്നെയാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ആ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഒരു 15,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട് അല്ലേ? നല്ല വണ്ടിയാണ്. റേറ്റ് എങ്ങനെയായിട്ട് വരും? 3,15,000 രൂപയാണ് വണ്ടിയുടെ വില. 3 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 15,000 രൂപ മുടക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി, നല്ലൊരു കുഞ്ഞു ഫാമിലി കാർ. അത് ലേഡീസിനായാലും ആർക്കായാലും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പെട്രോൾ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് മാനുവൽ. ഇത് സനു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചോദിച്ചു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒന്നും ഇല്ല. ഇപ്പോൾ ആ ഒരു പർപ്പസിൽ വരുന്ന ഒരു ഈക്കോ 2017 വണ്ടി. കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്ററിന് അടുപ്പിച്ച് ഇത് ഓടിയിട്ടുണ്ട്. ഇതിനും റീപ്ലേസ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്തതാണ്. ഇതിനും ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 5 സീറ്റ് AC ആണ് വണ്ടി. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 3,20,000 രൂപയാണ് വണ്ടിയുടെ വില. 2017 മോഡൽ. വണ്ടിയൊക്കെ വൃത്തി നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ടയർ മോശമാണല്ലോ? ടയർ മോശമാണ്. ടയർ ആ കമ്പനി ടയർ തന്നെയാണ് കിടക്കുന്നത്. ടയർ മാറ്റിയിട്ടില്ല. ടയർ മാറി കൊടുക്കൂ? ടയർ മാറി കൊടുക്കത്തില്ല. ഈ കിടക്കുന്ന കണ്ടീഷനിലുള്ള കസ്റ്റമർ മാറിക്കോണം. ഇത് വന്നിട്ട് 2012 മോഡൽ സണ്ണി പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം ട്രാക്കൊക്കെ ഉള്ള ഒരു കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 2 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില. 2 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. അതെ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്വാളിറ്റി നോക്ക്. ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പെട്രോൾ ആണെന്നേ ഉള്ളൂ. അത്യാവശ്യം പെട്രോൾ വണ്ടി ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു സെഡാൻ വണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വണ്ടി. ഇതിന് ലോൺ കിട്ടുമോ? കിട്ടും. 2 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ കിട്ടും. ഓക്കെ. അപ്പം പൈസ ഒന്നും ഇല്ലെങ്കിൽ ഈ വണ്ടി ഇറക്കാം? തീർച്ചയായിട്ടും കൊടുക്കും. നമ്മൾ ഫിനാൻസ് ചെയ്തിട്ട് കിട്ടും. ഡിപ്പെൻസ് കസ്റ്റമറുടെ പ്രൊഫൈലാണ് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും എങ്ങനെയെങ്കിലും വന്നിട്ട് എനിക്കൊരു വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് എന്നല്ല. കസ്റ്റമറുടെ പ്രൊഫൈൽ, അതായത് ഫിനാൻസ് ഒക്കെ എടുത്ത് മുടക്കിയിട്ടൊന്നും ഇല്ലാത്ത അത്യാവശ്യം ട്രാക്കുള്ള ബാങ്കിങ് ഉള്ള കസ്റ്റമർക്കൊക്കെ സിമ്പിളായിട്ട് കിട്ടും. ഒരു 750 മുകളിലൊക്കെ അത്രയൊക്കെ സിബിൽ സ്കോർ ഉള്ള കസ്റ്റമർ കൊടുക്കും. ഓക്കെ. വണ്ടി കൊള്ളാം. നല്ല നീറ്റ് വണ്ടി. ബോഡി ഷേപ്പൊക്കെ ഉള്ള നല്ലൊരു വണ്ടി. ഇത് വന്നിട്ട് 2013 മോഡൽ ഡസ്റ്റർ RXL ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 1 lakh അബവ് ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഇതും ഫുള്ള് കിട്ടുന്നത്? അതെ. 2,75,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. വണ്ടി നമുക്ക് ഫുൾ ഫിനാൻസ് വേണ്ടവർക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. 3 കൊല്ലത്തേക്ക് നിയർ ബൈ ഒരു 30 മാസം ആ റേഞ്ചൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ 30 മാസം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് 2,75,000 രൂപയും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അതല്ല 2.5 ലക്ഷം രൂപയായിട്ട് 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് അടവല്ലേ? അതെ. മൈലേജ് എന്താണ്? മൈലേജ് ഷുവറായിട്ടും ഒരു 18, 17, ആ റേഞ്ചൊക്കെ നിൽക്കും. ഡീസൽ വണ്ടിയാണ്. RXL വേരിയന്റ് ആണ്. അഡീഷണൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്.
നമ്മളൊരു 2012 സ്വിഫ്റ്റിന് ഇപ്പോഴും മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടിക്ക് ഒരു 3 ലക്ഷം 3.25 ലക്ഷം എന്തായാലും കൊടുക്കണം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് ഒരു മിനി SUV വിത്ത് ഡീസൽ വരുന്ന ഈ വണ്ടി നമുക്ക് 2,75,000 രൂപയ്ക്ക് കൊടുക്കാം. അധികം മുടക്കൊന്നുമില്ല, ഒന്നും മുടക്കാതെയും എടുക്കാം. നമ്മുടെ ട്രാക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അതല്ല, ഒരു 25,000 രൂപയെങ്കിലും മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനി SUV നല്ലൊരു കളറോട് കൂടിയ ഈ ഡസ്റ്റർ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2013 തന്നെയാണ്. RXL ആണ്, സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഇതിനും ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 1 lakh അബോ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് നമുക്ക് 3 ലക്ഷം രൂപ വരെയും ഫിനാൻസ് കിട്ടും. ചെറിയ പൈസ മുടക്കാൻ പറ്റിയാൽ 2,75,000 രൂപയൊക്കെ നോർമലി കിട്ടും. ഈ വണ്ടിക്കും ഒരു ചെറിയ മുടക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനി SUV ഡീസൽ. ചോദ്യം എത്ര? 3 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില. രൂപ. നല്ല വണ്ടിയാണ് ഡസ്റ്റർ. കാര്യം ഞാൻ വർഷങ്ങളോളം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് ഡസ്റ്റർ. ടയറൊക്കെ ഉണ്ട്, അത്യാവശ്യം ടയറുണ്ട്, ക്വാളിറ്റി ഉണ്ട്. നീ ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഈ മഴ ആയതുകൊണ്ടാണ് ഈ ടയർ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത്. അല്ല വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. ഇത് വന്നിട്ട് 2019 മോഡൽ വെന്യൂ ഡീസലാണ് കേട്ടോ. 1.4 സിംഗിൾ ഓണറാണ്. 1 lakh കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇതിനും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 6,35,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ വിൻഡോ സെറ്റ്, സെൻട്രൽ ലോക്ക്, ഓഡിയോ കൺട്രോൾ, 2 എയർ ബാഗ് വരുന്നുണ്ട്. 6,35,000 രൂപ വണ്ടിയുടെ വില. 6 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ഫിനാൻസ് കിട്ടും. 35,000 രൂപ മുടക്കുന്ന ഈ ഒരു കസ്റ്റമർക്ക് നല്ലൊരു മിനി SUV ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ടയർ സെക്കൻഡ് ടയർ, സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളൂ സെക്കൻഡ് ടയർ. ടയർ മാറി കൊടുക്കത്തില്ലല്ലോ? ടയർ മാറി കൊടുക്കത്തില്ല. കസ്റ്റമർ മാറി എടുക്കേണ്ടി വരും. ഈ ടയർ പോലും മാറി കൊടുക്കത്തില്ല എന്ന് പറയത്തക്ക രീതിയിൽ വില കുറച്ചാണ് അണ്ണൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഡീസൽ 2019 ഒരു SUV മോഡലിൽ കൂടിയ ഒരു ഡീസൽ വണ്ടിയല്ലേ, കാർക്ക് അറിയാൻ പറ്റും. പിന്നെ തീരെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം. അതങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു 88 രൂപ തൊട്ടൊക്കെ മേളിലോട്ട് നോക്കാൻ എടുക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നവർക്കൊക്കെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ എടുക്കാൻ വരെ ബൈ.